ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനാണ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിലാണ് ഈ ഒരു റെഫ്രിജറേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റെഫ്രിജറേഷൻ എന്നോ റെഫ്രിജറേഷൻ ഇഫക്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ പറയാൻ നോക്കാം, ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ ലോവർ ടെമ്പറേച്ചർ റീജിയൻ ടു എ higher temperature region in order to maintain a region at a temperature lower than the surrounding atmosphere. അല്ലേ, നമുക്കറിയാം നോർമൽ ഇപ്പം നാച്ചുറൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചർ റീജിയൻ നിന്ന് ലോവർ ടെമ്പറേച്ചർ റീജിയനിലേക്കാണ് അല്ലേ. അതൊരു നാച്ചുറൽ ഫാക്റ്റാണ് അല്ലേ. നമ്മൾ എക്സ്റ്റേണൽ വർക്കൊന്നും കൊടുക്കാതെ തന്നെ ഹീറ്റ് ഹയർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ലോവർ ടെമ്പറേച്ചർ റീജിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, ഈ റെഫ്രിജറേഷൻ്റെ കണ്ടീഷനിൽ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്കൊരു സ്പേസ് സറൗണ്ടിങ് ടെമ്പറേച്ചറിനെക്കാട്ടും ലോ ടെമ്പറേച്ചറാക്കി വെക്കണം അല്ലേ. ഇപ്പം എയർ കണ്ടീഷൻ്റെ കേസിലാണെങ്കിൽ, അത് റെഫ്രിജറേഷൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം എന്താണ്, റെഫ്രിജറേഷൻ്റെ കേസിൽ നമുക്കറിയാം ഫ്രീസറിൻ്റെ ഉള്ളിൽ നമുക്ക് -°C കിട്ടുന്നുണ്ട്. പക്ഷേ സറൗണ്ടിങ് ടെമ്പറേച്ചർ അറൗണ്ട് നമ്മൾ എന്താണ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഒരു 30°C അടുത്തൊക്കെയാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു ഫ്രീസറിൽ -°C ഉണ്ടാക്കി എടുക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഈ ഫ്രീസറിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് അല്ലേ, നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അല്ലെ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്ത് പുറമെ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്താണ് നമുക്ക് നോർമൽ കേസിൽ അങ്ങനെ സംഭവിക്കില്ല അല്ലേ. ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. പക്ഷേ എന്താണ്, നമുക്കൊരു എക്സ്റ്റേണൽ വർക്ക് കൊടുത്തിട്ട് നമുക്ക് ഹീറ്റ് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്, the branch of engineering science that deals with the transfer of heat from a lower temperature region to a higher temperature region. അപ്പോൾ ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ലോവർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഹയർ ടെമ്പറേച്ചർ റീജിയനിലേക്കാണ്. അപ്പോൾ എന്താണ്, അതിന് നമുക്ക് ഒരു സിസ്റ്റം വേണം. സിസ്റ്റം യൂസ്ഡ് ഫോർ അക്കംപ്ലിഷിംഗ് ദി പ്രോസസ് ഓഫ് റെഫ്രിജറേഷൻ ഈസ് കോൾഡ് റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ, അങ്ങനെ ഒരു ഇഫക്റ്റ് കിട്ടുന്ന സിസ്റ്റത്തിന് നമുക്ക് എന്താ പറയുക, റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയാം. The region which is maintained at a temperature lower than its surrounding is called refrigerated space അല്ലേ. എന്താണ്, റെഫ്രിജറേഷൻ്റെ ഉള്ളിലെ ഫ്രീസറിനെ നമുക്ക് എന്താ പറയുക, റെഫ്രിജറേറ്റഡ് സ്പേസ് എന്ന് പറയാം. അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം പറയുന്നത് എന്തൊക്കെയാണ്, പ്രിസർവേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് പ്രോഡക്റ്റ്, preserving life-saving drugs, vaccines, etc. Used for air conditioning purpose. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. Used in medical field. Used for making ice product. Used for the efficient operation of computers and other workstation. നമുക്കറിയാം ഐസ് പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ എയർ കണ്ടീഷനും റെഫ്രിജറേറ്ററായിട്ടും വാട്ടർ കൂളറായിട്ടൊക്കെ നമ്മൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ കോൾഡ് സ്റ്റോറേജിനും മറൈൻ റെഫ്രിജറേറ്റേഴ്സിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കോൾഡ് സ്റ്റോറേജ് സ്ഥലങ്ങൾ. അടുത്തോടെ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് റെഫ്രിജറേഷനിൽ 3 ടൈപ്പ് പറയുന്നുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം, വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം, എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. എന്താണ്, റെഫ്രിജറേറ്റേഴ്സിൽ എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കുക. The transfer of heat from a lower temperature medium to a higher temperature one requires special device called refrigerators അല്ലേ. ഇതിൽ ഫസ്റ്റ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ലോവർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഹയർ ടെമ്പറേച്ചർ റീജിയനിലേക്കാണ്.
The objective of refrigerator is to maintain the refrigerator space at a lower temperature by removing heat from it. അല്ലേ? അതിന് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ഹീറ്റ് റിമൂവ് ചെയ്യലാണ്. Refrigerator like heat engine and are cyclic device. The working fluid used in refrigerator cycle is called refrigerant. അല്ലേ? റെഫ്രിജറേറ്റർ ഒരു ഹീറ്റ് എൻജിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് നമ്മളൊരു എക്സ്റ്റേണൽ വർക്ക് അതിലേക്ക് കൊടുത്തിട്ട് ആ ഒരു റെഫ്രിജറേറ്റർ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ട്. വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഫ്ലൂയിഡിനെ നമുക്ക് റെഫ്രിജറൻ്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങളൊരു സിസ്റ്റം കാണുന്നുണ്ടാവും. അതിൽ നോക്കുക, ആ ഒരു സർക്കിളിനുള്ളിൽ ഒരു 4 ഡിവൈസസ് ഉണ്ട്, അല്ല 4 കോമ്പണൻ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ മോൾ ഭാഗത്ത് എന്താ പറയുന്നത്, വാം എൻവയോൺമെൻറ്റ് അറ്റ് എന്താണ് ഹയർ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ലോവർ ടെമ്പറേച്ചർ. താഴ്ഭാഗം വരുമ്പോൾ എന്താ കോൾഡ് റെഫ്രിജറേറ്റർ സ്പേസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ. റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്താ റിക്വയർഡ് ഇൻപുട്ട്. ഓക്കെ, അപ്പം എന്താണ് റൈറ്റ് സൈഡിൽ നോക്കുക, നമ്മൾ അതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് വർക്കാണ്. വർക്ക് മീൻസ് നമുക്കൊന്നെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കംപ്രസർ വർക്ക് ചെയ്തിട്ട് അതിലേക്ക് വർക്ക് ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ എന്താണ് വർക്ക് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ കോൾഡ് റെഫ്രിജറേറ്റർ സ്പേസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വാം എൻവയോൺമെൻറ്റിലേക്ക് കൊണ്ടുപോയി റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്? അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡയറക്ഷൻ കാണിക്കുന്നുണ്ടല്ലേ, അതിലൂടെ നമ്മൾ ഈ റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡാണ് ഈ ഒരു കോൾഡ് സ്റ്റോറേജിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വാം എൻവയോൺമെൻറ്റ് കൊണ്ടുപോയി റിമൂവ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ഞാൻ പറഞ്ഞത്, ലോവർ ടെമ്പറേച്ചർ ഏരിയയിൽ നിന്നുള്ള ഹീറ്റ് ആണ് QL എന്ന് പറയുക. QL ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ റെഫ്രിജറേറ്റർ സ്പേസ് അറ്റ് ടെമ്പറേച്ചർ TL, അല്ലേ? അതേപോലെ QH എന്ന് പറയുന്നത് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ടു ദ വാം സ്പേസ് അറ്റ് ടെമ്പറേച്ചർ TH. ലോവർ ടെമ്പറേച്ചർ റീജിയൻ എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹയർ ടെമ്പറേച്ചർ റീജിയനിൽ കൊണ്ടുപോയി റിമൂവ് ചെയ്യണം. അതേപോലെ എന്താണ് വർക്ക് നെറ്റ് ഈസ് ദ നെറ്റ് വർക്ക് ഇൻപുട്ട് ടു ദ റെഫ്രിജറേറ്റർ. വർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതാണ് റെഫ്രിജറേറ്ററിൽ വരുന്നത് W എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ പെർഫോമൻസ് നോക്കാം. പെർഫോമൻസ് ഓഫ് റെഫ്രിജറേറ്റർ ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, COP എന്ന് പറയാം. ഡിഫൈൻ ആസ് COP എങ്ങനെയാണ്, COP ടു ഡിസൈഡ് ഔട്ട്പുട്ട് ബൈ റിക്വയർഡ് ഇൻപുട്ട്. ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം ഫ്രിഡ്ജിൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ആ ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കൂളിംഗ് ഇഫക്റ്റ് ആണ്, അല്ലേ? അതേപോലെ അതിൽ നമുക്ക് കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട് എന്താണ്, പുറമേ നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ടാണ് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അങ്ങനെ എഴുതാം, QL ഡിവൈഡ് ബൈ വർക്ക് നെറ്റ്. QL മീൻസ് ലോവർ ടെമ്പറേച്ചർ ഏരിയയിലുള്ള ഹീറ്റ് ബൈ വർക്ക് നെറ്റ് ഇൻപുട്ട്. ഈ ഒരു കോഎഫിഷ്യന്റ് പെർഫോമൻസ് പഠിച്ചു വെക്കണേ. അടുത്ത റെഫ്രിജറേഷൻ ഇഫക്റ്റ് എന്താണെന്നുള്ളത് ഇതാണ്. ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിമൂവ്ഡ് പെർ യൂണിറ്റ് ടൈം ഫ്രം ദ സ്പേസ് ടു ബി കൂൾഡ് ബൈ ദ റെഫ്രിജറേഷൻ പ്രോസസ്. അടുത്ത ടൺസ് ഓഫ് റെഫ്രിജറേഷൻ. ടൺസ് ഓഫ് റെഫ്രിജറേഷൻ എന്താണ്, ഇപ്പോൾ റെഫ്രിജറേഷൻ്റെ കപ്പാസിറ്റി ഒക്കെ പറയുന്നത് ടണ്ണിലാണ്. ഇപ്പം നമുക്കറിയാം എയർ കണ്ടീഷൻ്റെ ഒക്കെ പറയുന്നത് അവരുടെ കപ്പാസിറ്റി പറയുന്നത് ടണ്ണിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. The capacity of a refrigeration machine is generally expressed in tons of refrigeration, അല്ലേ? നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന AC-യുടെ കപ്പാസിറ്റി പറഞ്ഞാൽ 1 ടൺ എന്നും 1.5 ടൺ എന്നും 2 ടൺ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
അതുപോലെ എ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് റെഫ്രിജറേഷൻ ഇഫക്റ്റ് produced by the uniform melting of a 1 ton of ice from and at 0 degree Celsius in 24 hours. ഈ ഒരു ടേം പഠിച്ചു വെക്കുക. എന്താണ് എ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ എന്താ പറയുന്നത്? 1 ton ഓഫ് റെഫ്രിജറേഷൻ, 1 TR എന്നാണ് പറയുക അതിന് ഷോർട്ടായിട്ട്, ഈസ് ഇക്വലൻറ്റ് ടു 210 kilojoule per minute or 3.5 kilowatt. ഇതും ചോദിക്കാറുണ്ട്. 1 ton ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓക്കെ, അടുത്ത പറയാനുള്ള വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം, VCRS. അത് എക്സാമിന് ഈ VCRS എന്നൊക്കെയാണേ ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ് ആയിട്ടില്ല. വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്നൊന്നും കംപ്ലീറ്റ് ആയിട്ട് എഴുതില്ല. അപ്പം VCRS എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം അത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ആണെന്നുള്ളത്. അപ്പോൾ അതിൽ നോക്കുക എന്താ പറയുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഇൻ ദിസ് സിസ്റ്റം എ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഈസ് യൂസ്ഡ്. ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡ് റെഫ്രിജറൻറ്റ് സിസ്റ്റം ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നുണ്ട്. which is alternatively evaporate and condense for the absorbing heat from the refrigerator space. ഈ ഒരു ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടവിട്ടിട്ട് അത് കൂളാവുകയും അതേപോലെ ഇവാപ്പറേറ്റ് ചെയ്ത് നീരാവിയായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു മാറ്റം എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാകുന്നത്? ആ മാറ്റം ഉണ്ടാകുന്നത് ഈ ഒരു റെഫ്രിജറേറ്റർ സ്പേസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്താണ്? അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവാപ്പറേറ്റ് ആവുകയും അതേപോലെ ഈ ഇവാപ്പറേറ്റ് ആയ റെഫ്രിജറൻറ്റ് എന്താണ് പുറമെ അറ്റ്മോസ്ഫിയറിലേക്ക് അറ്റ്മോസ്ഫിയറിൽ ഒരു ചാനലിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിനുള്ളിലുള്ള ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്ത് ഈ ഒരു റെഫ്രിജറൻറ്റ് കൂളാവുകയും ചെയ്യും, കണ്ടൻസ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടൻസ് ആവുകയും ഇവാപ്പറേറ്റ് ആവുകയും ചെയ്യുന്ന പ്രോസസ്സ് റിപ്പീറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ റെഫ്രിജറേറ്റർ സ്പേസിൻ്റെ ഉള്ളിൽ കൂളായിട്ട് നിർത്തുന്നത്. ഡ്യൂറിങ് ദ ഇവാപ്പറേഷൻ പ്രോസസ് ഇറ്റ് അബ്സോർബ് ഹീറ്റ് ഫ്രം ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ് ഫ്രം ലിക്വിഡ് ടു വേപ്പർ. ഓക്കെ, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. During the evaporation process, it absorbs heat from and get converted from liquid to vapor. Evaporation process എന്താണ് സംഭവിക്കുന്നത്? It absorbs heat from and get converted from liquid to vapor. അപ്പോൾ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കുക. റൈറ്റ് സൈഡിലെ ഫിഗറിൽ എന്തൊക്കെയാണുള്ളത്? റൈറ്റ് സൈഡിലെ ഫിഗറിൽ വർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും. അവിടെ ഒരു കംപ്രസറാണുള്ളത്. കംപ്രസർ നമുക്കറിയാം എന്താണ്, ഈ ഒരു ലിക്വിഡ് റെഫ്രിജറൻറ്റ് കംപ്രസ് ചെയ്യാനുള്ളത്. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നോർമലി സംഭവിക്കുക? ഹീറ്റ് കൂടും അല്ലേ, ടെമ്പറേച്ചർ കൂടും. ഒരു വസ്തു ഇപ്പോൾ ഒരു ലിക്വിഡ് നമ്മൾ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടും നമുക്കറിയാം. അതേപോലെ മുകളിൽ വരുമ്പോൾ എന്താ, കണ്ടൻസർ എന്താ ചെയ്യുന്നത്? തണുപ്പിക്കലാണ് അല്ലേ. ഈ ഒരു ചാനൽ കണ്ട അതൊരു പൈപ്പാണെന്ന് കൂട്ടുക. അതിലൂടെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്രസറിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു ഈ റെഫ്രിജറൻറ്റ് എത്തുമ്പോൾ അത് കംപ്രസ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നു. കണ്ടൻസറിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കണ്ടൻസർ മീൻസ് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ കുറക്കുന്നു. അങ്ങനെ ഇതിൽ നിന്നുള്ള ഈ ലിക്വിഡ് റെഫ്രിജറേഷൻ എന്നുള്ള ഹീറ്റ് പുറമേക്ക് റിമൂവ് ചെയ്തുകൊണ്ട് ആ റെഫ്രിജറൻറ്റ് ടെമ്പറേച്ചർ കുറക്കുന്നു. അതിനുശേഷം എന്താ, എക്സ്പാൻഷൻ വാൾവിലേക്ക് വരും. വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ കംപ്രസറിൽ നിന്ന് കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിലായ റെഫ്രിജറൻറ്റിനെ എക്സ്പാൻഷൻ വാൾവിലെത്തുമ്പോൾ എക്സ്പാൻഷൻ സംഭവിക്കുന്നു, മീൻസ് റിലീസ് ചെയ്യുന്നു. കുറച്ചും കൂടി എന്താണ് എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ അതിൽ നിന്നുള്ള
ടെമ്പറേച്ചർ കുറയുന്നു. അപ്പം എന്താണ്, നോർമൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനെക്കാട്ടും ഇതിന് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു എക്സ്പാൻഷൻ വാൾവിൽ നിന്ന് പുറമേക്ക് വരുമ്പോൾ. ആ ലോ ടെമ്പറേച്ചർ ലോ പ്രഷറുള്ള റെഫ്രിജറൻറ്റ് നേരെ എവിടെ എത്തും? ഇവാപ്പറേറ്ററിലെത്തും. ഇവാപ്പറേറ്റർ മീൻസ് എന്താണ്? നമ്മൾ ഈ ഒരു ഫ്രീസറാണ്, റെഫ്രിജറൻറ്റിൻ്റെ ഉള്ളിലുള്ള ഫ്രീസറാണ്. ഫ്രീസറിൻ്റെ ഉള്ളിൽ ഉള്ള ഹീറ്റിനെ ഈ ഒരു ലോ ടെമ്പറേച്ചർ ലോ പ്രഷറുള്ള റെഫ്രിജറൻറ്റ് അവിടുന്ന് ഹീറ്റ് വലിച്ചെടുക്കുകയും ആ ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് ആ ഇവാപ്പറേറ്റഡ് ആയിട്ട് ഉള്ള റെഫ്രിജറൻറ്റ് നേരെ കംപ്രസറിലെത്തി, കംപ്രസറിൽ ഇത് കംപ്രസ് ചെയ്ത് ഹീറ്റ് ഒന്നും കൂടി കൂട്ടി. ഓക്കെ, അപ്പം ഈ 4 എക്യുപ്മെൻ്റാണ് ഇവിടെയുള്ളത്. 4 എക്യുപ്മെൻറ്റ് പറഞ്ഞു. ഫസ്റ്റ് ഒന്ന് പറഞ്ഞത് കംപ്രസർ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പിറകിൽ ഏറ്റവും താഴെയായിട്ടാണ് ഉണ്ടാകുക. അതേപോലെ കണ്ടൻസർ എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ പിറകിലെ ഗ്രില്ലാണ് നമ്മളെ കണ്ടൻസറായിട്ട് വരുന്നത്. അതേപോലെ എക്സ്പാൻഷൻ വാൾവ് എന്ന് പറയുന്നത് ചെറിയൊരു വാൾവാണ്, അത് പിറകിൽ ഏറ്റവും താഴെയായിട്ട് വരും. ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ റെഫ്രിജറേഷൻ്റെ ഉള്ളിലുള്ള ഫ്രീസറാണ്. ഇതാണ് 4 എക്യുപ്മെൻറ്റ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഓരോ പ്രോസസ്സായിട്ട് ഒന്നും കൂടി പറയാം. കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് 1 to 2 പ്രോസസ്സാണ് കംപ്രസർ എന്ന് പറയുന്നത്. കംപ്രസറിൻ്റെ ഉള്ളിലെത്തുന്ന റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് ഇവാപ്പറേറ്റ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആയിരിക്കും. ഇവാപ്പറേറ്റർ ആയിട്ടുള്ള റെഫ്രിജറൻറ്റിനെ എന്ത് ചെയ്യും? കംപ്രസ് ഉപയോഗിച്ച് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ ഹൈ പ്രഷറിലും ആവും, അതേപോലെ ഹൈ ടെമ്പറേച്ചറിലും ആവും. ശ്രദ്ധിക്കണേ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിലും ആവും കംപ്രസറിന് പുറമേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റ് നേരെ കണ്ടൻസറിലെത്തുമ്പം ഈ ഹൈ ടെമ്പറേച്ചറിൽ എന്താണ് പുറമേക്ക് റിജക്റ്റ് ചെയ്യും. ഹീറ്റ് പുറമേക്ക് റിമൂവ് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ഹൈ ടെമ്പറേച്ചർ പറഞ്ഞ് ലോ ടെമ്പറേച്ചർ ആവും. ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറുള്ള റെഫ്രിജറൻറ്റാണ് കണ്ടൻസറിൽ നിന്ന് പുറമേക്ക് വരിക, 4 to 5 വരിക. പ്രോസസ്സ് 4 to 5 എത്തുമ്പോൾ ഇനി എന്താണ്, ഈ ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചറുള്ള റെഫ്രിജറൻറ്റ് നേരെ എക്സ്പാൻഷൻ വാൾവിലെത്തിയിട്ട് അവിടുന്ന് എക്സ്പാൻഷൻ സംഭവിക്കുക എന്താണ്, പ്രഷർ റിലീസ് ചെയ്യും. പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ അപ്പോൾ ലോവർ പ്രഷറാവും. പ്രഷർ റിലീസ് ചെയ്യുമ്പം കൂടെ എന്താണ്, ഇതിൻ്റെ ടെമ്പറേച്ചർ ഒന്നും കൂടി കുറയും. അപ്പോൾ ഒന്നും കൂടി കുറഞ്ഞ് ലിക്വിഡ് സ്റ്റേജിലേക്കായി മാറും അല്ലേ. ലിക്വിഡ് സ്റ്റേജിൽ എന്താണ്, ലോ ടെമ്പറേച്ചർ ലോ പ്രഷറുള്ള റെഫ്രിജറൻ്റ് ആയിട്ടാണ് ഇവാപ്പറേറ്ററിലേക്ക് വരിക. ഇവാപ്പറേറ്റർ മീൻസ് നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിലേക്ക് വരിക. അപ്പോൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുകളിൽ കുറേ ലൈന് പോലെ ഇങ്ങനെ പോയി കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ ചെറിയൊരു പൈപ്പാണ്, അതിൻ്റെ ഉള്ളിലൂടെയാണ് ഈ റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ലോ പ്രഷറിലുള്ള ലോ ടെമ്പറേച്ചറുള്ള റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ്, ഈ ഒരു റെഫ്രിജറേറ്റർ സ്പേസിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് അത് വലിച്ചെടുത്ത് അത് ഇവാപ്പറേഷൻ ആവും. ലിക്വിഡിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് ഹീറ്റ് കൂടും, ഇവാപ്പറേഷൻ സ്റ്റേറ്റിലേക്ക് ആവുകയും ചെയ്യും. അതുപോലെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും. അപ്പോൾ എന്താണ്, ആ ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് നേരെ കംപ്രസറിലേക്ക് എത്തും, അവിടെ കംപ്രസ് ചെയ്യും, ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിലാക്കി മാറ്റും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിഗറാണ്. അതിൽ പറയാൻ നോക്കുക, ഇവാപ്പറേറ്റർ വരുന്നുണ്ട്, റൈറ്റ് സൈഡിൽ കംപ്രസറിൽ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. കംപ്രസർ നോക്കുക, ലോ പ്രഷറിൽ നിന്ന് ഹൈ പ്രഷറിലേക്ക് ആക്കുകയാണ്. കണ്ടൻസറിൽ വരുമ്പം ഹൈ പ്രഷറിൽ തന്നെ ആയിരിക്കും, പക്ഷേ അവിടുന്ന് ഇവാപ്പറേറ്ററിനെ ലിക്വിഡ് സ്റ്റേജിലേക്ക് മാറ്റുന്നു. എക്സ്പാൻഷൻ വാൾവിൽ നിന്ന് ഹൈ പ്രഷറിനെ ലോ പ്രഷറിലേക്ക് ആക്കുന്നു.
ഇവാപ്പറിലേക്ക് എത്തുമ്പം ഈ ലിക്വിഡിനെ വേപ്പറൈസ് ആക്കി മാറ്റുന്നു. അപ്പം അത്രയും പ്രോസസ്സ് ഒന്ന് പഠിച്ചിരിക്കണം. ഓരോ പ്രോസസ്സിൽ പറയുന്നുണ്ട് ഡ്യൂറിങ് ദ കണ്ടൻസിങ് പ്രോസസ് ഇറ്റ് റിജക്ട് ഹീറ്റ് ആൻഡ് ഗെറ്റ് കണ്ടൻസ് ഫ്രം വേപ്പർ ടു ലിക്വിഡ്. അത് ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നോക്കുക. എക്സ്പാൻഷൻ വാൾവ് പറയുന്നത് ഇവാപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ. ഈ 4 എക്യുപ്മെൻ്റാണ് മെയിനായിട്ട് ഈ ഒരു റെഫ്രിജറൻറ്റ് സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു റെഫ്രിജറൻറ്റിന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. നമുക്ക് എക്സ്പാൻഷൻ വാൾവ് കഴിഞ്ഞിട്ട് വരുമ്പം ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ഇവാപ്പറേറ്റർ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ആയിട്ട് മാറും. കംപ്രസറിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറായി മാറും. കണ്ടൻസറിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡായി മാറും. അപ്പോൾ ഈ ഒരു ഫിഗറും കൂടി നല്ല നീറ്റായിട്ട് വരച്ച് പഠിച്ച് വെക്കുക. ഇതിലെ മെയിൻ കോമ്പണൻറ്റുകളാണ് പറയുന്നത്. കംപ്രസർ എന്താണ്? സക്ക് ദ ലോ ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റ് വേപ്പർ ഫ്രം ദ ഇവാപ്പറേറ്റ് ആൻഡ് ടു കംപ്രസ് ഇറ്റ് ടു എ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അത് കണ്ടൻസറിൽ പറയുകയാണെങ്കിൽ ഇതാണ് കണ്ടൻസ് ദ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റ് വേപ്പർ ഫ്രം ദ കംപ്രസർ ബൈ റിജക്റ്റിംഗ് ഇറ്റ് ലേറ്റൻറ്റ് ഹീറ്റ് ടു ദ കൂളിംഗ് വാട്ടർ അറ്റ് ആംബിയൻ ടെമ്പറേച്ചർ. നമ്മൾ മോള് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എക്സ്പാൻഷൻ വാൾവിൽ വരുമ്പോൾ എന്താണ്? അതിന് ത്രോട്ടിൽ വാൾവ് എന്ന് കൂടി പറയാം. ത്രോട്ടിൽ ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം ദ കണ്ടൻസർ ബൈ ത്രോട്ട്ലിംഗ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റെഡ്യൂസ് the refrigerant become partially liquid and partially vapor at the required low temperature. It also regulates the flow of liquid refrigerant to the evaporator. അതേപോലെ ഇവാപ്പറേറ്ററിൽ വരുമ്പോൾ to evaporate the liquid refrigerant by absorbing the latent heat of vaporization from the cold refrigerated space. ഇതിൽ 4 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ ഈ 4 പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞു ഈ 4 വരുന്നത്. കംപ്രസർ വരുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ പിറകിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയൊരു സിലിണ്ടർ ടൈപ്പിലാണ് കംപ്രസർ ഉണ്ടാകുക. കണ്ടൻസർ വരുമ്പം അതിൻ്റെ പിറകിലുള്ള ഒരു ഗ്രില്ല് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ വാൾവ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിവൈസാണ്. അത് ഈ ഒരു പിറകിൽ തന്നെ താഴെയായിട്ടുണ്ടാകും. ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് നേരെ നമ്മളെ ഫ്രീസറിൻ്റെ ഉള്ളിലാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവാപ്പറേറ്റർ മീൻസ് ഇതേപോലെ ചെറിയൊരു ഗ്രില്ല് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു ഫ്രീസറിൻ്റെ മുകളിലും താഴെയായിട്ടൊക്കെ ഈ ഒരു പൈപ്പ് ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. അതിലൂടെ ഈ ഒരു ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് VCR സിസ്റ്റം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആ ഫിഗറിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. റൈറ്റ് സൈഡിൽ ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി ഡയഗ്രാമാണ്. അപ്പോൾ അതും ഒന്ന് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു പ്രഷർ ആൻഡ് എൻതാൽഫി ഡയഗ്രാമാണിത്. ഇപ്പം ഇതിൽ ഓരോ 1 to 2 അതായത് 2 to 3, 3 to 4, 4 to 1 പ്രോസസ്സും നമ്മൾ പറഞ്ഞ പ്രോസസ്സ് തന്നെയാണ്. ജസ്റ്റ് ഈ ഒരു ഫിഗറും അതിൻ്റെ ഓരോ പ്രോസസ്സും ഒന്ന് പഠിച്ചു വെക്കുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഞാൻ ഓൾറെഡി ആ മുകളിൽ ഫിഗർ വെച്ചിട്ട് ഞാൻ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക. മോള് പറഞ്ഞ പോലെ തന്നെയാണ്. വായിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക.